ഈ വൈക്കം മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ മുന്നിലേക്ക് വന്ന ഈ വഴിപാടുമായി ബന്ധപ്പെട്ട് ഇനത്തിൽ ലഭിച്ച 255 ഗ്രാം സ്വർണം കാണാനില്ല എന്ന റിപ്പോർട്ട് അനന്തൻ പുറത്തേക്ക് വന്നിരുന്നു. അതായത് കഴിഞ്ഞ വർഷം നവംബറിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ സ്വർണം കാണാനില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരുപാട് സംഭവങ്ങൾ പല ക്ഷേത്രങ്ങളിൽ നിന്നും നമുക്ക് കാണാനും കഴിയുന്നു, കേൾക്കാനും കഴിയുന്നു. അപ്പോൾ ഒരു സമഗ്രമായ ഒരു ഓഡിറ്റിന്റെ കൃത്യമായ നിർദ്ദേശം ദേവസ്വം മാനുവലിനനുസരിച്ചുണ്ട്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതടക്കം ഈ വരുന്ന വാർത്തകൾ അടക്കം വലിയ വിപുല തരത്തിലേക്ക് പരിശോധിക്കപ്പെടുകയും അതിലൊക്കെ തന്നെ ഒരു കൃത്യമായ ഒരു ഫോളോ അപ്പ് ഉണ്ടാക്കേണ്ടതുമല്ലേ ഭക്തരെ സംബന്ധിച്ചിടത്തോളം. ഭക്തരുടെ ആശങ്കയാണ് ഓരോ ക്ഷേത്രങ്ങളിലെയും അതാത് ഭക്തസമൂഹം അവിടുത്തെ ക്ഷേത്രത്തിന്റെ ഭരണസമിതി അടക്കം വലിയൊരു അറ്റൻഷൻ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടൊരു നടപടിയിലേക്ക് പോകേണ്ടതല്ലേ അനന്തൻ? തീർച്ചയായിട്ടും. ഇപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ പീഠമൊക്കെ അന്വേഷിച്ചു പോയപ്പോഴാണ് ദേവസ്വം വിജിലൻസ് ഒരു കാര്യം കണ്ടെത്തിയത്. പല സ്ട്രോങ് റൂമിലിരിക്കുന്ന പല കാര്യങ്ങൾക്കും അതിന് രേഖയിൽ പോലും പരാമർശമില്ല എന്നുള്ളത്. അപ്പോൾ ഈ വൈക്കം ക്ഷേത്രത്തിലെ ആഭരണം കാണാനില്ലാത്ത ഒരു പ്രശ്നം വന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടുത്തെ തിരുവനന്തപുരത്ത് തന്നെ വർക്കല ക്ഷേത്രത്തിലെ ആഭരണങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാനില്ല, സ്വർണം കാണാനില്ല എന്നുള്ള പരാതി നേരത്തെ ഉണ്ട്. അത് വിജിലൻസ് അന്വേഷിക്കുകയും ഹൈക്കോടതി വരെ എത്തിയതുമാണ്. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ കൊടിമരവുമായി ബന്ധപ്പെട്ട വിഷയം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റുമാനൂർ അമ്പലത്തിലെ പ്രശ്നം നിലനിൽക്കുന്നു. ഈ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ സ്മാർട്ട് സ്റ്റേഷൻസ് ആണ് അവിടെയും വരുന്നത്, അവരുടെ ഇതാണ്. അതുപോലെ തന്നെ ശബരിമല സ്ട്രോങ് റൂമിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ചില ഭക്തർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഹരിവരാസനം മുഴുവൻ വലിയ സ്വർണ്ണപ്പാളിൽ ഏതാണ്ട് 6 അടി 7 അടി നീളവും അത്ര തന്നെ വീതിയും ഒക്കെയുള്ള ഒരു വലിയ സ്വർണ്ണ ഫലകത്തിൽ ഹരിവരാസനം മുഴുവൻ എഴുതിയ വരികൾ അവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാമോ എന്ന് ചോദിച്ചിട്ട് ഒരു ഭക്തൻ എന്നെ വിളിച്ചു. അത് അവർ സമർപ്പിച്ചതാണ്. അതുകൂടാതെ തിരുവനന്തപുരം സ്വദേശിയായ ഒരു ഭക്തൻ നൽകിയ മാല അത് അവിടെ ഉണ്ടോ എന്ന്. അങ്ങനെ സമർപ്പിക്കപ്പെട്ടവരെല്ലാം ഇപ്പോൾ ആശങ്കയോടെയാണ് ഇത് അവിടെ ഉണ്ടോ എന്നുള്ളത്. അതിനൊരു പ്രധാന കാരണം ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് തന്നെയാണ്. കാരണം അവർക്ക് എന്തുറപ്പാണ് ഇതെല്ലാം സ്ട്രോങ് റൂമിലുണ്ട്. ഭഗവാന് ഭക്തർ സമർപ്പിച്ച വിലപിടിപ്പുള്ള ആഭരണങ്ങളും ഇതുപോലുള്ള ഉരുപ്പടികളും ഒക്കെ അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പ്. അത് ചിലപ്പോൾ ഇപ്പോൾ എടുക്കുന്ന കണക്കെടുപ്പിൽ അതൊക്കെ തീർച്ചയായും അതാണ് ഭക്തരെ സംബന്ധിച്ചുള്ള അവരുടെ ആശങ്കയാണ് നമ്മൾ അഡ്രസ് ചെയ്യാൻ നോക്കുന്നത്.